ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 6:30 ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹാപ്പി മൊമെൻറ്റ്സിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആ ഹാപ്പി മൊമെൻറ്റ്സ് എന്നുള്ളത് ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം. അപ്പോൾ അതെന്താ ആ ഹാപ്പി മൊമെൻറ്റ്സ് ഇപ്പോൾ പറഞ്ഞാൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്തായാലും പോവല്ലേ, അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാമല്ലോ എന്താണ് ആ ഹാപ്പി മൊമെൻറ്റ്സ് എന്നുള്ളത്. അങ്ങനെ പോയി നമ്മളിപ്പോൾ ഇവിടെ എത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. എൻ്റെ വീട്ടിലോട്ടെന്ന് പറയുമ്പോൾ എൻ്റെ പുതിയ വീട്ടിലോട്ടാണ്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇന്ന് വീടിൻ്റെ ഹൗസ് വാമിംഗ് സെറിമണിയാണ്. വളരെ ലളിതമായ ഒരു ചെറിയ ചടങ്ങിലൂടെ ആ പുതിയ വീട്ടിലോട്ട് ഞങ്ങൾ താമസം മാറാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹാപ്പി മൊമെൻ്റാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ എത്തിയപ്പോൾ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഗൃഹപ്രവേശത്തിൻ്റെ ടൈമാണ്. ഇത് ഞങ്ങളുടെ അച്ചമ്മ വിളക്ക് കത്തിച്ച് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അച്ചമ്മ. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾ വീടിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല. ഇൻറ്റീരിയർ വർക്കൊക്കെ എപ്പോഴും പെൻഡിങ് ആണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഡേറ്റൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ അമ്മ വിളക്കൊക്കെ വെച്ച് വീടിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ചിറ്റയും മേമയും പാപ്പനും അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞങ്ങളും ഒപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടിരിക്കലിൻ്റെ ചടങ്ങുകൾ കാണാൻ തന്നെ നല്ല രസമാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബം. അപ്പോൾ ആ കുടുംബത്തിൻ്റെ തണലാണ് വീട്. അത് എൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ വീടെന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓർമ്മകളും നൽകുന്ന ഒന്നായിരിക്കണം. അപ്പോൾ വീടൊക്കെ ചുറ്റി വന്ന് ഇനി എന്താ പറയുക, പ്രധാനപ്പെട്ട ചടങ്ങ് ഗൃഹപ്രവേശം. അതാണ് നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്. അപ്പോൾ അച്ഛൻ വന്നിട്ട് വാതിലൊക്കെ തുറന്നു കൊടുക്കുകയാണ്. ആ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അമ്മയും അച്ഛനും കൂടിയിട്ട് ആദ്യം വീടിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഒപ്പം എല്ലാവരും ഉണ്ട്. അമ്മുവാണ് ഒപ്പമുള്ളത്, ചിറ്റ, മേമ, അതുപോലെ തന്നെ പാപ്പൻ, അച്ഛമ്മ, അങ്ങനെ എല്ലാവരും, അതായത് നമ്മുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ഉണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് പേരൊക്കെ പാല് കാച്ചലിൻ്റെ ടൈം ആയപ്പോഴേക്കാണ് എത്തിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീടിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇനിയിപ്പോൾ അടുക്കളയിലോട്ട് പാല് കാച്ചാൻ വേണ്ടിയിട്ട് ഈ വിളക്ക് അവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ടാണ് ആ ചടങ്ങ് നടക്കുന്നത്. എല്ലാവരും അടുക്കളയുടെ ഭാഗത്തോട്ട് വരികയാണ്. എന്നിട്ട് നമുക്ക് അവിടെ പാല് കാച്ചാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്.
പാലിങ്ങനെ പൊങ്ങി വരാനായിട്ടുണ്ട്. അപ്പോൾ അത് കുറേ നേരം നമ്മളിങ്ങനെ നോക്കി നിൽക്കുക എന്ന് പറയുന്നത്, എല്ലാവരും വളരെ ഈഗർലി വെയിറ്റിംഗ് ആണ് പാല് പൊങ്ങിയിട്ട് ഏത് ദിശയിലോട്ടാണ് പോവുക എന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പാല് നല്ല തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആണ് ആ പാല് പൊങ്ങി വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. കിഴക്ക് ഭാഗത്തോട്ടാണ് കേട്ടോ പാല് പൊങ്ങിയിട്ട് പോയിട്ടുള്ളത്, പാല് തിളച്ച് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പാല് കാച്ചലിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കിഴക്ക് ഭാഗത്തോട്ട് പാല് തിളച്ച് പോകുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആയി. അപ്പോൾ എല്ലാവർക്കും വളരെ ഹാപ്പിയായി. അപ്പം ഞാൻ പറഞ്ഞത് രാവിലെ തന്നെ നമ്മളിന്നൊരു ഹാപ്പി മൊമെൻറ്റിൻ്റെ ഭാഗമാവാൻ പോവുകയാണെന്ന്. സോ നമ്മളിന്ന് ആ ഒരു ഹാപ്പി മൊമെൻ്റാണ് ഇപ്പോൾ കണ്ടത്. അതിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അപ്പം നമ്മൾ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ എന്താണ് കാണിക്കാത്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, വീടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പണി കഴിഞ്ഞിട്ടില്ല, ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് മാറേണ്ട കാരണം നമ്മൾ ഇങ്ങോട്ട് മാറിയതാണ്. ഇനിയിപ്പോൾ ഇവിടെ എന്താ പറയുക, ഇൻറ്റീരിയറിൻ്റെ കുറച്ച് വർക്കുകളും അതുപോലെ തന്നെ എൻ്റെ പുറത്ത് കുറച്ച് പണികൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ഫേർണിച്ചേഴ്സൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീടിൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. മുകളിൽ 2 റൂമും അതുപോലെ തന്നെ താഴെ 2 റൂം, ഹോള്, മുകളിലും ഒരു ഹോള്, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ വീടിൻ്റെ ഒരു പ്ലാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ. പിന്നെ അതിന് ശേഷം രാവിലെ എന്താ പറയുക, ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു വന്നവർക്ക് വേണ്ടിയിട്ട്, അതൊക്കെ കഴിച്ചു. അതുപോലെ കുറച്ച് പേരൊക്കെ പാല് കാച്ചൽ കഴിയുന്ന ടൈമിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുടുംബക്കാരെല്ലാവരും. അപ്പം നമ്മളെല്ലാവരും പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. മേമയും മിഴിമോളുമാണത്. പിന്നെ അതുപോലെ തന്നെ നന്ദു അമ്മുക്കുട്ടി മുകളിലുണ്ട്. രാവിലെ എല്ലാവരും വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിജിലയാണത്, പാപ്പൻ്റെ മോളാണ്. അപ്പോൾ അവളും മോനായിട്ട് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവൻ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ വാശിയായിരുന്നു. വാശി എന്ന് വെച്ചാൽ അവന് രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വാശിയാണ്. ഇത് നമ്മുടെ വിജിലയുടെ മോനാണ് എലൻകുട്ടി. ഇത് എൻ്റെ അമ്മുക്കുട്ടി. പിന്നെ ഇത് വീണ്ടും എലൻകുട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. എല്ലാവരും വളരെ ഹാപ്പിയാണ്, എസ്പെഷ്യലി മൈ ഡാഡി. അതുപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വൈകിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.